കേരള സർവകലാശാലയെ സംബന്ധിച്ചുള്ള വാർത്തയിലേക്ക് പോകാം. അവിടെ കലാപഭൂമിയാക്കി ഇടത് യുവജന സംഘടനകൾ. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അത് കണ്ടതാണ്. AISF DYFI മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസിന്റെ ഷീൽഡ് പിടിച്ചു വാങ്ങി DYFI പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. AISF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സസ്പെൻഷൻ നടപടി വകവയ്ക്കാതെ മുൻ രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാലയിൽ എത്തി. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, കേരള സർവകലാശാല പരിസരത്ത് ഇടത് യുവജന സംഘടനകൾ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിലെ സാഹചര്യം രോഹിണി, ഇന്നും കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ തന്നെയാണ് അരങ്ങേറിയത്. സർവകലാശാല ആസ്ഥാനത്ത് അസാധാരണമായ നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടായത്. സസ്പെൻഷനിൽ തുടരുന്ന മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ആകട്ടെ VCയുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഇന്ന് രജിസ്ട്രാറുടെ റൂമിലേക്ക് എത്തുകയും രജിസ്ട്രാറുടെ കസേരയിൽ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് രജിസ്ട്രാറുടെ റൂമിലേക്ക് അനധികൃതമായി ഒരാളെയും പ്രവേശിപ്പിക്കരുത് എന്ന VC കർശനമായ നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഈ സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസർമാർ പോലും അത് നടപ്പിലാക്കിയില്ല എന്ന കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെ രജിസ്ട്രാർ വീണ്ടും ആ കസേരയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആദ്യ പ്രതികരണം നടത്തി കടന്നുപോയത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, താൻ ആ നിയമത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന, കോടതിയെ മാനിക്കുമെന്നുള്ള ഒരു പ്രതികരണം മാത്രമായിരുന്നു ഇന്ന് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ സമയത്തു തന്നെയാണ് AISFന്റെ മാർച്ച് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത്. തുടർന്ന് DYFIയും പിന്നാലെ തന്നെ AYFും ഒക്കെ തന്നെ ഇന്നും മാർച്ചുമായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയും സർവകലാശാല കവാടം പൂർണ്ണമായും ഉപരോധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളിലേക്കായി എത്തിയ, ആവശ്യങ്ങൾക്കായി എത്തിയ, സർവകലാശാലയിലെത്തിയ വിദ്യാർത്ഥികൾ പോലും അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. എല്ലാ സമരാനുകൂലികളെയും എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ആ റൂമിൽ തുടരുകയാണ്. രജിസ്ട്രാറിൻ്റെ താൽക്കാലിക ചുമതല നൽകി ഇന്ന് രാവിലെ VC ഉത്തരവിറക്കിയ മിനി കാപ്പനാകട്ടെ ഇപ്പോഴും അവരുടെ നേരത്തെ തുടർന്നു വന്ന അതേ വകുപ്പിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർവകലാശാല ആസ്ഥാനം ഇന്നും സംഘർഷഭരിതമായ സമരങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിരുന്നത്. സംഘർഷഭരിതമായിട്ടുള്ള സമരങ്ങൾക്ക് തന്നെയാണ് ഇന്നും സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. കാരണം സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ദൈനംദിനമായ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അതിനെ നിയന്ത്രിക്കേണ്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോലും VCയെ വെല്ലുവിളിക്കുന്ന, വൈസ് ചാൻസലറെ വെല്ലുവിളിക്കുന്ന ഈ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾക്ക് അതീതമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ സിൻഡിക്കേറ്റിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് സസ്പെൻഷനിൽ തുടരുന്ന രജിസ്ട്രാർ വീണ്ടും ആ കസേരയിലേക്ക് എത്താനുള്ള പ്രധാന കാരണമായി നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഈ ഘട്ടത്തിൽ സമരങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ചിലപ്പോൾ VC ഇന്ന് അവധിക്ക് ശേഷം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്ന VC വീണ്ടും എത്തിയാൽ ചില പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. രോഹിണി, ശരി. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.